ചാലക്കുടി പേരൂട്ടി എന്ന സ്ഥലത്താണ് അമ്മ വിമലയുടെ കൂടെ പ്രീതി താമസിക്കുന്നത്. പ്രീതിയുടെ അച്ഛൻ വിനോദേട്ടൻ കുറച്ചു നാൾക്ക് മുന്നേ രാത്രിയിൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ ശ്രമിച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചു. വിനോദേട്ടൻ SR ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ചാലക്കുടി തന്നെ നടത്തുകയായിരുന്നു. വിനോദേട്ടൻ മരിക്കുന്ന സമയത്ത് കുറച്ച് കടബാധ്യതകൾ കമ്പനിയുടെ പേരിൽ ഉണ്ടായിരുന്നു. വിനോദേട്ടന്റെ മരണത്തിന് ഇതൊരു കാരണമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമുണ്ട് ബന്ധുക്കളുടെ ഇടയിൽ. എന്നിട്ടും അതെല്ലാം ഏറ്റെടുത്തു അമ്മ വിമല. ബാധ്യതകളെല്ലാം മാറി ഇപ്പോൾ നല്ല രീതിയിൽ കമ്പനി പോകുന്നു. കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ അമ്മ വിമലയെ ഇരുമ്പ് വനിതയായാണ് കാണുന്നത്. കമ്പനിയുടെ ഓരോ കാര്യത്തിലും അത്രയും ശ്രദ്ധ കൊടുത്താണ് തീരുമാനങ്ങൾ വിമല എടുക്കുന്നത്. ഇത് തന്നെയാണ് കൂടെ ജോലി ചെയ്യുന്നവരെ ആകർഷിച്ച ഘടകം. പ്രീതിക്ക് അച്ഛന്റെ കുടുംബവുമായി അത്ര അടുപ്പമില്ല. അമ്മയുടെ വീടായ ആലപ്പുഴ ഒത്തിരി ഇഷ്ടമാണ് പ്രീതിക്ക്. പ്രത്യേകിച്ചും വിമലയുടെ അമ്മ സുമതി അമ്മൂമ്മയെ വലിയ കാര്യമാണ്. പക്ഷെ അമ്മയുടെ കമ്പനിയിലെ തിരക്ക് കാരണം അങ്ങോട്ടൊന്നും പോകാൻ പറ്റാറില്ല. പ്രീതിക്ക് കോളേജിൽ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരുമില്ല. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ പ്രീതി ഫേസ്ബുക്കിലൂടെ ജസ്റ്റിൻ എന്നൊരു പയ്യനെ പരിചയപ്പെട്ടു. അങ്ങനെ അവർ ഒത്തിരി അടുത്തു. ഇതൊന്നും പ്രീതി അമ്മ വിമലയോട് തിരക്കും പേടിയും കാരണം പറഞ്ഞില്ല. ജസ്റ്റിന് UK പോകാൻ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സ്വർണം അമ്മ അറിയാതെ പ്രീതി എടുത്തു കൊടുത്തു. എന്നാൽ പ്രീതിയോട് പോലും ഒന്നും പറയാതെ ജസ്റ്റിൻ UK പോയി. പ്രീതി ഫേസ്ബുക്ക് വഴിയും അല്ലാതെയും ജസ്റ്റിനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. തന്റെ ചെറിയ ലോകത്ത് അമ്മയല്ലാതെ തന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു ജസ്റ്റിൻ. അവന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല. ഈ സംഭവം പ്രീതിയെ ശരിക്കും പിടിച്ചു കുലുക്കി. തന്റെ അമ്മയോട് ഇതൊന്നും പറയാൻ പ്രീതിക്ക് ധൈര്യമില്ലായിരുന്നു. ഇത് പ്രീതിയുടെ പഠനത്തെയും ബാധിച്ചു. അമ്മ കാണുമ്പോൾ പ്രീതി ഒഴിഞ്ഞു മാറി അധികം ഒന്നും മിണ്ടാതെ വീട്ടിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ദിവസം സുമതി അമ്മൂമ്മ തന്റെ പിറന്നാളിന് കൂടാൻ പ്രീതിയെ നാട്ടിലേക്ക് വിളിച്ചു. അമ്മയുടെ സമ്മതത്തോടെ പ്രീതി ആലപ്പുഴയിലെത്തി. സുമതി അമ്മൂമ്മ ആയുർവേദ ചികിത്സ അധിഷ്ഠിതമായ കാര്യങ്ങളായിരുന്നു നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പ്രീതിയുടെ മനസ്സിൽ നല്ല കൗതുകമുണർത്തി. ചികിത്സിച്ച് ഭേദമായ ഒരു അമ്മയും കുഞ്ഞും തന്റെ മുത്തശ്ശിയോട് സന്തോഷത്തോടെ നന്ദി പറഞ്ഞു പോകുന്നത് പ്രീതിക്ക് ഒരു അഭിമാന നിമിഷമായിരുന്നു. പതിയെ പ്രീതി എല്ലാം മറന്നു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഫേസ്ബുക്കിൽ തന്റെ കൂടെ സ്കൂളിൽ പഠിച്ച രേണു എന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു റിക്വസ്റ്റ് വന്നു. എന്നാൽ അത് രേണു അല്ലായിരുന്നു. പക്ഷേ പ്രീതി ഫേസ്ബുക്കിൽ ആ കുട്ടിയുമായി അടുത്തു. തന്റെ അമ്മയോട് പോലും പറയാൻ പേടിച്ച കാര്യങ്ങൾ പ്രീതി രേണുവുമായി പങ്കുവച്ചു. ജസ്റ്റിന്റെ കാര്യമൊക്കെ ഇതിൽ ഉൾപ്പെടും. ആലപ്പുഴയിലുള്ള ജീവിതവും മുത്തശ്ശിയുടെ കൂടെയുള്ള അനുഭവവും പ്രീതിയുടെ ജീവിതത്തിന് പുതിയൊരു അർത്ഥതലം ഉണ്ടാക്കി കൊടുത്തു. ആ ഇടയ്ക്ക് തന്നെ പറ്റിച്ച ജസ്റ്റിൻ തന്റെ സ്വർണം തിരിച്ചുകൊണ്ട് തന്നു. എന്നാൽ ബന്ധത്തിലുള്ള വിശ്വാസം പോയതുകൊണ്ട് തന്നെ പ്രീതി ജസ്റ്റിനെ വിട്ട് തന്റെ മുത്തശ്ശിയുടെ ജീവിത സാഹചര്യത്തോട് അടുത്ത് നിന്നു. ആയുർവേദ ചികിത്സയിൽ പ്രീതി സന്തോഷം കണ്ടെത്താൻ തുടങ്ങി. ഇതിനിടയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ മുത്തശ്ശിയുടെ കൂടെ നിന്ന് പൂർത്തീകരിച്ചു. രേവണി എന്ന അപൂർവ ചെടിയിലുള്ള ഔഷധ ഗുണത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രബന്ധം തയ്യാറാക്കിക്കൊണ്ട് പ്രീതി തന്റെ ജീവിതത്തിന്റെ താളം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സമയത്ത് ഒറ്റപ്പെട്ട സ്വയം നഷ്ടപ്പെട്ട പ്രീതിക്ക് പുതിയൊരു ജീവിതം തുറന്നു കൊടുത്തത് തന്റെ മുത്തശ്ശിയുടെ സ്നേഹമാണ്, വാത്സല്യമാണ്. പ്രീതിയുടെ ജീവിതത്തിൽ ഒരു നിർണായക വ്യക്തിയാണ് അമ്മ വിമല. പ്രീതിയുടെ അടുത്ത് രേണു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതും ജസ്റ്റിനെ കൊണ്ട് സ്വർണം തിരിച്ചു കുടിപ്പിച്ചതും ഒരു വിഷമഘട്ടത്തിൽ തന്റെ അമ്മയെ കൊണ്ട് പ്രീതിയെ വിളിപ്പിച്ചതും ഒക്കെ വിമലയാണ്. ഇതൊന്നും പ്രീതിക്ക് ഇന്നും അറിയില്ല. എല്ലാ മക്കൾക്കും അമ്മ എന്നും ഒരു ഇരുമ്പ് വനിത തന്നെയാണ്. പ്രീതിയുടെ ഒരു പ്രയാസഘട്ടത്തിൽ സുമതി മുത്തശ്ശി സഹായിക്കാൻ വന്നതുപോലെ നിങ്ങളുടെ യാത്രകളിൽ ഉത്തരവാദിത്തമുള്ള വിശ്വസ്തരായ ഡ്രൈവേഴ്സിനെ ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടീമാണ് വീഡ്രോപ്പി. നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ജീവിതത്തിൽ സഹായം വേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ നമുക്കുണ്ടാവും. സഹായം ചോദിക്കുന്നത് ഒരിക്കലും ഒരു ബലഹീനതയല്ല, മറിച്ച് നമ്മളെ തന്നെ ശക്തരാക്കാനുള്ള ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് തന്നെ പോവുക. We drop you where real companionship begins. Hasta la vista.